Welcome all 9th standard students. Today I am going to teach from your social science second textbook and the name of the 5th chapter, Ocean and Man. Chapter number 5, Ocean and Man, Samudravum Manushan. Content of this chapter, the first content, Bay, Strait and Sea. Bay, Ulkadal, Strait, Kadalidukku and Sea, Kadal. Next, Oceans at a glance. Loga Samudrangal Ottanotathil. Islands and peninsula. Dweepukalum, Upadweepukalum. Distribution of ocean temperature. Samudra Jalathile Thapa Vidaranam. Next, salinity of sea water. Samudra Jala Lavanatham. What are the factors that influence the salinity of sea water? സമുദ്രജല ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ, സമുദ്രജലത്തിൻ്റെ സാന്ദ്രത. നെക്സ്റ്റ്, മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടർ, സമുദ്രജല ചലനങ്ങൾ. വേവ്സ്, തിരമാലകൾ. ടൈഡ്സ്, വേലികൾ. ആൻഡ് ടൈഡ്സ് ആർ ടു, സ്പ്രിംഗ് ടൈഡ്സ് ആൻഡ് നീഡ് ടൈഡ്സ്. വാവുവേലി, സപ്തമവേലി. നെക്സ്റ്റ്, എഫക്ട്സ് ഓഫ് ടൈഡ്സ്, വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ്? നെക്സ്റ്റ്, ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ. കറൻസ് ഓഫ് ദ പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. കറൻസ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. കറൻസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. നെക്സ്റ്റ്, എഫക്ട് ഓഫ് ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്, ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. സമുദ്രങ്ങൾ പല വിധത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നു. ക്ലൈമറ്റ്, കാലാവസ്ഥ. മിനറൽ ഡെപ്പോസിറ്റ്സ്, ധാതു വിഭവങ്ങൾ അല്ലെങ്കിൽ ധാതു നിക്ഷേപങ്ങൾ. പവർ ജനറേഷൻ, വൈദ്യുതി ഉൽപാദനം. ഓഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്, സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ, കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളം. ആൻഡ് ലാസ്റ്റ് കണ്ടന്റ് ഓഫ് ദിസ് ചാപ്റ്റർ, വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് ഓഷ്യൻ ടു മാൻ? സമുദ്രങ്ങൾ മനുഷ്യന് നൽകുന്ന മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാം? ചാപ്റ്റർ നമ്പർ 5, ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യൻ. What you see a few glimpses of human life. There is hardly anyone who does not depend on the ocean in one way or the other. What can we understand from the above pictures? മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ കടലിനെ ആശ്രയിക്കാത്തവരായി ആരും ഉണ്ടാകാനിടയില്ല. നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സീ ഫോർ ഫിഷിംഗ്, സാൾട്ട് മേക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടൂറിസം. സീ ഫോർ ഫിഷിംഗ്, മത്സ്യബന്ധനം. സാൾട്ട് മേക്കിംഗ്, ഉപ്പ് നിർമ്മാണം. ട്രാൻസ്പോർട്ടേഷൻ, സമുദ്രജല ഗതാഗതം. ആൻഡ് ടൂറിസം, വിനോദസഞ്ചാരം എന്നീ ആവശ്യങ്ങൾക്കായി സമുദ്രത്തെ മനുഷ്യർ ഉപയോഗിക്കുന്നു. ബ്ലൂ ബ്യൂട്ടി. വൈ ഈസ് ദ എർത്ത് കോൾഡ് ദ ബ്ലൂ പ്ലാനറ്റ്? എന്തുകൊണ്ടാണ് ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നത്? വെൻ വ്യൂഡ് ഫ്രം ദ സ്പേസ്, ദ എർത്ത് looks like a vast expanse of water. ബഹിരാകാശത്ത് നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായാണ് ഭൂമിയെ നമുക്ക് അനുഭവപ്പെടുന്നത്. The continents appear as landmasses projected in between. Nearly 71% of the Earth's surface area is covered with water. Land is confined to the remaining 29%. ജലപ്പരപ്പിൽ അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന കരഭാഗങ്ങളായാണ് വൻകരകൾ കാണപ്പെടുന്നത്.
ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. കഷ്ടിച്ച് 29% മാത്രമാണ് കരഭാഗമുള്ളത്. കരഭാഗങ്ങൾക്കിടയിലായി സമുദ്രങ്ങൾ കാണപ്പെടുന്നു. Oceans occur between the land masses. The major oceans are the Pacific, the Atlantic, the Arctic, the Antarctic and the Indian Ocean. Pacific, Atlantic, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ. നെക്സ്റ്റ്, ബേ, സ്ട്രെയിറ്റ് ആൻഡ് സീ. ബേ ഉൾക്കടൽ, സ്ട്രെയിറ്റ് കടലിടുക്ക് ആൻഡ് സീ കടൽ. ബേ. The portion of the sea surrounded by land on three sides is called a bay. The portion of the sea surrounded by land on three sides is called a bay. മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ബേ ഉൾക്കടൽ. സ്ട്രെയിറ്റ് കടലിടുക്ക്. The narrow stretch of sea between two landmasses is known as strait. The narrow stretch of sea between two landmasses is known as strait. രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്, സ്ട്രെയിറ്റ്. സീ കടൽ. Sea is the portion of an ocean close to the land. Sea is the portion of an ocean close to the land. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ, സീ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം, the Arabian Sea is a part of the Indian Ocean. അറബിക്കടൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, ഓഷ്യൻസ് അറ്റ് എ ഗ്ലാൻസ്. ഓഷ്യൻസ് അറ്റ് എ ഗ്ലാൻസ്, ലോക സമുദ്രങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രം. The total area 165.2 lakh square kilometer. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആവറേജ് ഡെപ്ത് 4280 മീറ്റർ. ശരാശരി ആഴം 4280 മീറ്റർ. Challenger Deep is the deepest point in the Pacific Ocean. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രം. ടോട്ടൽ ഏരിയ 82.4 lakh സ്ക്വയർ കിലോമീറ്റർ. ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആവറേജ് ഡെപ്ത് 3700 മീറ്റർ. ശരാശരി ആഴം 3700 മീറ്റർ. ഡീപ്പസ്റ്റ് പോയിന്റ് പ്യൂർട്ടോറിക്കോ ട്രെഞ്ച്. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂർട്ടോറിക്കോ ഗർത്തം. 40,000 kilometer long mountain range known as the Mid-Atlantic Ridge exists along the middle of this ocean. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ ഓഷ്യൻ. ടോട്ടൽ ഏരിയ 73.4 lakh സ്ക്വയർ കിലോമീറ്റർ. ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആവറേജ് ഡെപ്ത് 3960 മീറ്റർ. ശരാശരി ആഴം 3960 മീറ്റർ. നെക്സ്റ്റ്, ദ ആർട്ടിക് ഓഷ്യൻ, ദ സ്മോളസ്റ്റ് ഓഷ്യൻ. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് ആർട്ടിക് സമുദ്രം. ടോട്ടൽ ഏരിയ 14.09 lakh സ്ക്വയർ കിലോമീറ്റർ. വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഡീപ്പസ്റ്റ് പോയിന്റ് 5180 മീറ്റർ. ഏറ്റവും കൂടിയ ആഴം 5180 മീറ്ററാണ്.
Next, Antarctic Ocean. Antarctic Samudram. The ocean surface is frozen. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഓൾസോ നോൺ ആസ് ദ സദേൺ ഓഷ്യൻ. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. ടോട്ടൽ ഏരിയ 32 lakh സ്ക്വയർ കിലോമീറ്റർ. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ്, ഐലൻഡ്സ് ആൻഡ് പെനിൻസുല. ദ്വീപുകളും ഉപദ്വീപുകളും. ഐലൻഡ്സ്. Islands are land surrounded by sea on all sides. Islands are land surrounded by sea on all sides. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. Peninsula. The land masses surrounded by sea on three sides are called peninsula. The land masses surrounded by sea on three sides are called peninsula. മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളാണ് പെനിൻസുല, ഉപദ്വീപുകൾ. എക്സാമ്പിൾ ഓഫ് ഐലൻഡ്സ്. ദ്വീപുകൾക്ക് ഉദാഹരണം ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പീൻസ്, മഡഗാസ്കർ, മാൽഡീവ്സ്, വിക്ടോറിയൻ ഐലൻഡ്സ്, ബ്രിട്ടീഷ് ഐസ്ലസ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ഗിനിയ, ബഫിൻ ആൻഡ് കോക്കസ്. എക്സാമ്പിൾ ഓഫ് പെനിൻസുല. ഉപദ്വീപുകൾക്ക് ഉദാഹരണം ഇന്ത്യൻ പെനിൻസുല, അറേബ്യൻ പെനിൻസുല, അലാസ്ക പെനിൻസുല, ലാബ്രഡോർ പെനിൻസുല, സ്കാൻഡിനേവിയൻ പെനിൻസുല.
After watching this video, you have to read the textbook. Then you will get a clear and wide idea about the given topic. ഈ ഭാഗം കണ്ടതിനു ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് തീർച്ചയായും നല്ല വ്യക്തതയുണ്ടാകും. I hope that we will meet tomorrow. നാളെ കാണുന്നതുവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. And share the video with your friends. നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിനു ശേഷം മറ്റു കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക.